നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ ആ പ്രതാപകാലമെല്ലാം തന്നെ പോയി എന്ന് തന്നെ പറയും വിധമാണ് ഓരോ കാര്യങ്ങളും നീങ്ങുന്നത്. ചോരനീരാക്കി അധ്വാനിച്ചിട്ട് നേരിടേണ്ടി വരുന്നത് കടുത്ത അവഗണന മാത്രമാണ്. ഒരാവശ്യത്തിനായി തന്നെ അധികാരികളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നവരെ നിറക്കണ്ണുകളോടെ അല്ലാതെ കാണുവാൻ സാധിക്കുകയുമില്ല. ഒരു നാടിന്റെ നെടുന്തൂണായ പ്രവാസികൾക്കായി അധികാരികൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ നാം എന്തിനു മടിക്കണം? പ്രവാസികൾക്കായി അവരുടെ ആവശ്യങ്ങൾക്കായി ഇതാ ഒരു വാർത്തയിലേക്ക്. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന തൊഴിലാളികൾക്ക് മുഴുവൻ അവകാശങ്ങളും നൽകണമെന്ന് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അവധിക്കാല വേതനം, സേവനകാലം പരിഗണിച്ച് നൽകുന്ന ബോണസ്, കുടിശ്ശിക ശമ്പളം എന്നിങ്ങനെ 3 തരം അവകാശങ്ങൾക്ക് അർഹതയുമുണ്ട്. സേവനം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് തൊഴിലാളികളും തൊഴിലുടമയും ഉഭയസമ്മതപ്രകാരം ഒപ്പുവെച്ച രേഖകളാണ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിൽ സമർപ്പിക്കേണ്ടത്. സേവനകാല ആനുകൂല്യങ്ങൾ തടയാൻ പാടുള്ളതുമല്ല. തൊഴിൽ കരാർ സ്പോൺസർ റദ്ദാക്കുകയാണെങ്കിൽ 45 ദിവസത്തെ വേതനം കണക്കാക്കി നഷ്ടപരിഹാരം നൽകണമെന്നാണ് നിലനിൽക്കുന്ന ചട്ടം. അല്ലെങ്കിൽ കരാറിൽ ശേഷിക്കുന്ന കാലം കണക്കാക്കി വേതനം നൽകണം. 1 വർഷം പോലും പൂർത്തിയാക്കാതെ തൊഴിലാളിയുടെ ഇഷ്ടപ്രകാരം കരാർ റദ്ദാക്കിയാൽ സേവനകാലാനുകൂല്യങ്ങൾക്ക് അർഹതയില്ല. ജോലി എടുത്തവർക്ക് മുന്നിലൊന്നാണ് സേവനകാല വേതനം. 5 വർഷമായാൽ പൂർണ്ണമായും സേവനാനന്തര ബോണസ് ലഭിക്കും. ജോലി ചെയ്യാൻ കഴിയാത്ത വിധം തൊഴിലാളിക്ക് പരിക്കേറ്റാൽ, അതായത് മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം വിസ റദ്ദാക്കാം. പരിക്ക് ഗുരുതരമല്ലെങ്കിൽ അനുയോജ്യ ജോലിയിലേക്ക് മാറാൻ അവസരം നൽകണം. ജോലി അവസാനിപ്പിക്കുന്ന തൊഴിലാളികൾ തൊഴിലുടമയെ മുൻകൂട്ടി അറിയിക്കണം. 3 മാസം മുതൽ 1 മാസം മുമ്പ് വരെ രേഖാമൂലം വിവരം കൈമാറാം. സേവനകാലമായാണ് പരിഗണിക്കേണ്ടത് പോലും. തൊഴിലുടമ വിസ റദ്ദാക്കുകയാണെങ്കിൽ തൊഴിലാളിയെ നേരത്തെ അറിയിക്കണം. 1 മുതൽ 3 മാസം വരെയാണ് സമയപരിധി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.